അതെ, എല്ലാവരും എന്നാ പറയണു? ഈസ്റ്ററൊക്കെ നന്നായിട്ട് കഴിഞ്ഞോ? മാർപ്പാപ്പ മരിച്ചുപോയി എന്നുള്ളൊരു വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? ഞാനേ ഇന്ന് ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ എൻ്റെ കെട്ടിയവരുണ്ട് കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആൾക്ക്. ഒരേ സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ട്. അറ്റ്ലീസ്റ്റ് അവിടെ വെച്ചെങ്കിലും തമ്മിലൊന്ന് കാണാമല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. എന്തൊരു ആവേശമാണെന്ന് നോക്കിക്കേ. അവർക്ക് ഇന്നൊരു ഡിന്നറുണ്ട്. ഞങ്ങളെ എല്ലാവരെയും കൂടെ വിളിച്ചതാ. അവരെ നോക്കാൻ വരുന്ന കൊച്ചില്ലേ, അവളുടെ വീട്ടിൽ. അവർക്ക് ഇവരെ ഭയങ്കര കാര്യം കേട്ടോ. പക്ഷേ കുട്ടിച്ചിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പം അറ്റ്ലീസ്റ്റ് പിള്ളേരെങ്കിലും വിടാമെന്ന് വിചാരിച്ചു. രണ്ടിൻ്റെ സന്തോഷം കണ്ടില്ലേ? ഇവിടെ ഉണ്ടല്ലോ, ഈസ്റ്റർ പോലെ തന്നെ അവധി ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയോന് നൈറ്റിനും പോയി, പിള്ളേർ അവളുടെ കൂടെയും പോയി കഴിഞ്ഞപ്പം ഞാൻ തന്നെയായി. അവരുണ്ടെങ്കിൽ അവരുടെ കൂടെ നടക്കണം, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട്. നമ്മൾ ഒറ്റപ്പെട്ടിരുന്ന് കഴിയുമ്പോഴാണ് ദൈവം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിക്കണേ അല്ലേ? പണികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കിയേക്കാന്ന്. പുഡിങ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് പഴം ഇരിക്കുന്ന കണ്ടപ്പോൾ തോന്നിയ ഐഡിയ. എന്താവോ എന്തോ. എന്തിനാ പേടിക്കുന്നതല്ലേ? യൂട്യൂബല്ലേ ഉള്ളേ. ഞാനൊക്കെ ചെറുപ്പത്തിലേ ഒരു മുട്ട പൊരിക്കാൻ പോലും അറിയത്തില്ലാത്ത വ്യക്തിയായിരുന്നു. ഇപ്പം ആണെങ്കിൽ പണ്ടേ ഡൽഹിയിൽ എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പം ഒരു ദിവസം ചേച്ചിയും ഫ്രണ്ട്സും എല്ലാം ഡ്യൂട്ടിക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ തന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കി വെച്ചേക്കാൻ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് കറി ഉണ്ടാക്കും, ഞാൻ ഇന്ന് വരെ ഒരു മുട്ട പൊരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു പാക്കറ്റ് തൈര് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ ആവേശത്തിൽ തൈരൊക്കെ എടുത്ത് മോരുകറി ആക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി കാപ്പേജ് തോരൻ വെക്കാമെന്ന് ഓർത്തു. മോരൊക്കെ എടുത്ത് കറി വെച്ച് കഴിഞ്ഞപ്പോൾ അത് മൊത്തം പിരിഞ്ഞു പോയി. ഭാഗ്യത്തിന് തൊട്ട് പുറത്ത് ഒരു മലയാളിക്കട ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പാക്കറ്റ് തൈര് പോയി വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ അതിരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു. അത്രയും ഇടുക്കിയായിരുന്നു ഞാൻ കേട്ടോ പാചകത്തിൽ. ഞാനാണ് ഇപ്പോൾ പുഡിങ്ങൊക്കെ ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കാലം പോയ പോക്ക്? ഈ യൂട്യൂബൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ ആവോ. ആദ്യമായിട്ട് ഉണ്ടാക്കണമെങ്കിലും കുറ്റം പറയരുതല്ലോ. സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. എന്ത് സോഫ്റ്റാ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല പല സാധനങ്ങളൊക്കെ ഇട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.